നമസ്കാരം. ഉപ്പൂറ്റി വേദന ഒരു രോഗമാണോ? പലപ്പോഴും കൂടുതൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുക, രാവിലെ എണീറ്റ് നടക്കുമ്പോൾ കടുത്ത വേദനയോടുകൂടി നമ്മളൊന്ന് ഞൊണ്ടിപ്പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കും തോറും വേദന കൂടിക്കൂടി വരിക, നമ്മുടെ നടപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിക്കുക. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപ്പൂറ്റി വേദന നമ്മളെ അലട്ടാറുണ്ട്. ഉപ്പൂറ്റി വേദന എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? പലപ്പോഴും ഉപ്പൂറ്റി വേദനയുടെ കാരണം അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായി ഉപ്പൂറ്റി വേദനയെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഉപ്പൂറ്റി വേദന ഒത്തിരി കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ പാദത്തിൽ ഉള്ള ത്വക്കിന് താഴെയുള്ള കട്ടിയുള്ള സ്ഥലത്തിന് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയും. അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ വിള്ളലുകളാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസിലേക്ക് നയിക്കുന്നത്. ഇതുകൂടാതെ ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്ന മറ്റൊരു ഘടകമാണ് കാൽക്കേനിയൽ സ്പർ. കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കേനിയൽ ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റിയുടെ അസ്ഥിക്കുണ്ടാകുന്ന തേയ്മാനം മൂലം അവിടെ ഉണ്ടാകുന്ന ഓസ്റ്റിയോഫൈറ്റിക് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അസ്ഥി ഉണ്ടാകുന്ന ധാതുക്കളുടെ അവിടെ ഉണ്ടാകുന്ന അടിയൽ മൂലം അസ്ഥിക്കുണ്ടാകുന്ന വളർച്ച, അതിങ്ങനെ ഒരു ഒരു മുള്ളു പോലെ താഴേക്ക് വളർന്നു കഴിഞ്ഞാൽ അതാണ് കാൽക്കേനിയൽ സ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപക്ഷെ അത് കാൽക്കേനിയൽ സ്പർ കൊണ്ടുണ്ടാകും. ഈ കാൽക്കേനിയൽ സ്പർ കൊണ്ടുണ്ടാകുന്ന വേദന പിന്നീട് കാലക്രമത്തിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസും ആയി മാറാറുണ്ട്. എന്താണ് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞാൽ? പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ടല്ലോ, കാലിൻ്റെ പാദത്തിന് അടിയിലുള്ള ത്വക്കിൻ്റെ താഴെയുള്ള കട്ടിയുള്ള ഫേഷ്യക്കാണ്, അല്ലെങ്കിൽ തിക്കൻഡായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ ഫേഷ്യ സാധാരണ രീതിയിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ചെറുതായിട്ട് ഇൻഫ്ലെയിംഡ് ആവുകയോ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുകയോ അത് ചെറുതായിട്ട് പിഞ്ചുകയോ ചെയ്താൽ, മൈക്രോ ടീയേഴ്സ് ഉണ്ടായിട്ട് അതിങ്ങനെ പിഞ്ചിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസിലേക്ക് നയിക്കുന്നത് ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന കാൽക്കേനിയൽ സ്പർ പോലെ, അതായത് ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന അസ്ഥി വളർച്ച പോലെയുള്ള അവസ്ഥകളായിരിക്കാം. ചിലപ്പം അതാകണമെന്നില്ല. വളരെ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ കാഫ് മസിൽസ് സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള മുറുകി ഇരിക്കുന്ന അവസ്ഥയായിക്കൂടായികയില്ല. വളരെ കഠിനമായ റോഡിലൂടെയൊക്കെ നമ്മൾ വളരെ നേരം നടക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മലയൊക്കെ വളരെ കയറേണ്ടി വരിക, അല്ലെങ്കിൽ സ്ഥിരമായി അവിടെ എന്തെങ്കിലും നമ്മൾ ചില ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്ഥിരമായി അവിടെ ഒരു പ്രഷർ ഉണ്ടാവുക, ഇതൊക്കെ പ്ലാന്റാർ ഫേഷ്യേറ്റിസിലേക്ക് നയിക്കാം. ചിലപ്പോൾ ഇതുകൂടാതെ ചിലപ്പം ഗൗട്ടി ആർത്രൈറ്റിസിലൊക്കെ ഉണ്ടാകുന്നത് പോലെ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അവിടെ അടിഞ്ഞാലും ഒരുപക്ഷെ ചിലപ്പം ഇതേപോലെ ഫേഷ്യേറ്റിസ് ഉണ്ടായിക്കൂടായികയില്ല. ആയുർവേദത്തിൽ ഈ ഉപ്പൂറ്റി വേദനയ്ക്ക്, അതുപോലെ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് കൊണ്ടുള്ള ഉപ്പൂറ്റി വേദനയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള ലേപനപ്രയോഗങ്ങൾ എന്ന് വെച്ചാൽ പുറമ്പട ഇടുന്ന മണിക്കുന്തിരിക്കാതി, അതുപോലെ കറുത്തവെട്ട്, അതുപോലെയുള്ള ജടാമയാതി പോലെയുള്ള ലേപനങ്ങൾ കൊണ്ട് ലേപനം ചെയ്യുന്നതും, അതുപോലെ ഉപനാഹം എന്ന് പറഞ്ഞ ചികിത്സാക്രമം, ഉപനാഹം എന്ന് പറയുന്നത് മരുന്നുകൾ അരച്ച് അത് കെട്ടി വെച്ച് അതിനെ അവിടെ ചൂടുപിടിപ്പിക്കുന്ന രീതിയാണ്. ഉപനാഹം എന്ന ചികിത്സാക്രമവും ഒക്കെ വളരെ ഫലപ്രദമായി ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസിലും മറ്റു ഉപ്പൂറ്റി വേദനകളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇവയൊന്നും കൊണ്ട് ഫലപ്രദമായി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദത്തിലെ അഗ്നികർമ്മം എന്ന ക്രിയാക്രമം ഇതിനെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിന് പ്രയോജനപ്പെടുത്താൻ സാധ്യമാകും. ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് യൂറിക് ആസിഡിൻ്റെ ഡിപ്പോസിഷൻ. നമ്മൾ യൂറിക് ആസിഡ് ഡിപ്പോസിഷനെ ഗൗട്ട് എന്ന് പറഞ്ഞ വാതരോഗമായിട്ട് പറയും. ഈ ഗൗട്ടി ആർത്രൈറ്റിസ് ഉപ്പൂറ്റികളെയും ബാധിക്കാറുണ്ട്. ഉപ്പൂറ്റിയിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കടുത്ത വേദന, ഒപ്പം തന്നെ ഇൻഫ്ലമേഷൻ, അതായത് അവിടെ നീർക്കെട്ട്, അതുപോലെ തന്നെ ചൂടും പുകച്ചിലും ഒക്കെ ഉണ്ടാകാം. ഇതുപോലെ ഉപ്പൂറ്റി വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അവസ്ഥയാണ് നമ്മുടെ അക്കിലീസ് ടെൻഡനൈറ്റിസ് എന്ന് പറയും. അക്കിലീസ് ടെൻഡൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ മടമ്പില്ലേ, ആ മസിലിൻ്റെ, അതിന് ഗ്യാസ്ട്രണിമസ് എന്ന് പറഞ്ഞ മസിൽ എന്ന് പറയും. ആ മസിലിൻ്റെ താഴത്തെ ടെൻഡനിലുണ്ടാകുന്ന ടിയറുകളാണ്, അല്ലെങ്കിൽ ടെൻഡനിലുണ്ടാകുന്ന പിഞ്ചലുകളാണ് എന്ന് പറയാം.
അതിന് ഒരുപക്ഷെ കാരണം നേരത്തെ പറഞ്ഞ പോലെ കാൽക്കേനിയൽ സ്പർഗ തന്നെയാകാം. ചിലപ്പോൾ കാൽക്കേനിയത്തിലുണ്ടാകുന്ന കാൽസ്യം ഡിപ്പോസിഷനുകൾ ആ അക്കിലീസ് ടെൻഡനെ ചെറുതായി ഉരച്ചൊരച്ച് അതിന് പിഞ്ചലുണ്ടാക്കുന്നതാകാം. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടക്കുക, ഓടുക, പടികൾ കൂടുതൽ കയറി ഇറങ്ങുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഈ കാലിൻ്റെ വണ്ണയുടെ മസിലുകൾക്ക് ചെറിയ പിഞ്ചലുകൾ ഉണ്ടായിക്കൂടായികയില്ല. അങ്ങനെ വരുമ്പോഴും അക്കിലീസ് ടെൻഡനൈറ്റിസ് ഉണ്ടായിക്കൂടായികയില്ല. അക്കിലീസ് ടെൻഡനൈറ്റിസിനെ കൂടാതെ ചിലപ്പോൾ ഉപ്പൂറ്റി വേദന, നടുവിൽ നിന്ന് വരുന്ന ഞരമ്പിന് S1 എന്ന് പറഞ്ഞ ഞരമ്പ്, നടുവിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് കൊടുക്കുന്ന സംവേദനം ചെയ്യുന്ന ഞരമ്പുകളാണ്. ആ ഞരമ്പിന് ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഡിസ്പ്രലാപ്സ് പോലെയുള്ള അവസ്ഥകളും ചിലപ്പോൾ ഉപ്പൂറ്റി വേദന മാത്രമായി നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടുകൂടായികയില്ല. ഏതായാലും ഇതിൻ്റെ കാരണങ്ങളെ തിരിച്ചറിയലാണ് ചികിത്സയ്ക്ക് ഏറ്റവും ആവശ്യം എന്ന് നമുക്ക് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം മനസ്സിലായി കാണാം. കൃത്യമായി കാരണത്തെ തിരിച്ചറിയും, അതിന് കൃത്യമായി ആയുർവേദ ചികിത്സയും ചെയ്താൽ നമുക്ക് ഉപ്പൂറ്റി വേദനയെ സുഖമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഉപ്പൂറ്റി വേദന പലപ്പോഴും മാറാത്ത ഒരു അവസ്ഥയായി കൊണ്ടു നടക്കേണ്ടതില്ല. പലപ്പോഴും ചെരുപ്പുകൾ മാറി പ്രയോഗിച്ച് ചെരുപ്പ് ഇട്ട് നടന്നാൽ മാറുമെന്നുള്ളൊരു വിചാരത്തിൽ നടക്കേണ്ടി വരില്ല. നല്ല ചികിത്സ അതിന് ലഭ്യമാണ് ആയുർവേദത്തിലൂടെ.